ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ഏതായിരിക്കും അപ്രീസിയേഷൻ ഇത്തവണ വരിക? ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ, ഒന്ന് മുൻകൂട്ടി പറയാൻ കഴിയുമോ എന്നുള്ളത്. ഈ കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് മദർ ടു സൺ ആയിരിക്കും അപ്രീസിയേഷൻ വരിക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാനൊരു ഗസ് പറഞ്ഞിരുന്നു. അത് അതേപോലെ വന്നതുകൊണ്ടായിരിക്കാം കുട്ടികൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു ഗസ് ശരിയായി എന്നുള്ളത് കൊണ്ട് എൻ്റെ അടുത്ത ഗസ് ശരിയാണെന്നൊന്നുമില്ല. എന്നാലും സാധ്യതകൾ വെച്ചുകൊണ്ട് ഏതായിരിക്കും ഇനി വരാൻ പോകുന്ന അപ്രീസിയേഷൻ എന്നൊന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യം ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ 5 അപ്രീസിയേഷൻ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാരഗ്രാഫ്, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് 5 പഠിച്ചാൽ ഒരു പ്രൊഡിക്ഷൻ്റെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അത് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുകയാണ്. പിന്നെ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ, സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും റിവിഷൻ വീഡിയോകളും ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോകളും എല്ലാം ഈ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഏതായിരിക്കും ഇത്തവണ വരാൻ സാധ്യതയുള്ള അപ്രീസിയേഷൻ എന്നുള്ളത്. 2019 മുതൽ ഇങ്ങോട്ടുള്ള പരീക്ഷകളിൽ, മോഡൽ പരീക്ഷകളിലും SSLC മെയിൻ എക്സാമുകളിൽ വന്ന അപ്രീസിയേഷനുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഓടിച്ചാദ്യം നോക്കാം. 2019 മോഡൽ പരീക്ഷയ്ക്ക് വന്നത് പോയട്രി ആണ് അപ്രീസിയേഷനായിട്ട് വന്നത്. 2019 മെയിൻ എക്സാമിന് വന്നത് ബ്ലോയിങ് ഇൻ ദി വിൻഡുമാണ്. പിന്നീട് 2020 മോഡൽ എക്സാമിന് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗനാണ് അപ്രീസിയേഷനായിട്ട് വന്നത്. 2020 മെയിൻ എക്സാമിൽ വന്നത് പോയട്രിയുമാണ്. ഓക്കെ, മോഡലിനാണ് ഗില്ലിഗൻ വന്നത്. മെയിൻ എക്സാമായിട്ട് വീണ്ടും പോയട്രി വന്നു. 2021 കോവിഡുമായി ബന്ധപ്പെട്ട ആ ഒരു സമയത്തെ പരീക്ഷയായിരുന്നു. അത് വേറെ രീതിയിലാണ്, ആ വർഷം ഞാൻ പരിഗണിക്കുന്നില്ല. 2022 ലയൺസ് റിട്ടൺ എയർലി സ്പ്രിംഗ് ആണ് മോഡൽ പരീക്ഷയ്ക്ക് വന്നത്. SSLC മെയിൻ എക്സാമിന് വന്ന് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഓക്കെ, 2023 മോഡൽ എക്സാമിന് വീണ്ടും ലയൺസ് റിട്ടൺ എയർലി സ്പ്രിംഗ്. 2023 മെയിൻ എക്സാമിന് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അതായത് 2022 വന്ന അതേ പാറ്റേൺ, അതേ ചോദ്യങ്ങൾ തന്നെ 2023 വരികയുണ്ടായി. 2024 മോഡൽ പരീക്ഷയ്ക്ക് വന്നിരുന്നത് മദർ ടു സണ്ണുമാണ്. ഇനി 2024 മെയിൻ എക്സാം ഏതായിരിക്കും അപ്രീസിയേഷൻ വരിക? നമുക്ക് ആദ്യം മദർ ടു സൺ ഒഴിവാക്കാം. കാരണം മോഡൽ എക്സാമിന് വന്നല്ലോ. ഇനി അത് വീണ്ടും ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇല്ലയെന്നല്ല, സാധ്യത ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, സാധ്യത താരതമ്യേന കുറവാണ്. ബാക്കി 4 എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമാണ് 2022, 2023 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പീറ്റർ ഗില്ലിഗൻ്റെ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗനും അതേപോലെ എന്താ പറയുക ലയൺസ് റിട്ടൺ എയർലി സ്പ്രിംഗ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന പാറ്റേൺ നോക്കുമ്പോൾ പോയട്രി അല്ലെങ്കിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ഈ 2 പോയംസിലേക്കാണ് ഞാൻ എത്തുന്നത്. ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ പോയട്രി അല്ലെങ്കിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഈ 2 ചാപ്റ്ററുകളിൽ നിന്നും ഒന്നായിരിക്കും നിങ്ങൾക്ക് അപ്രീസിയേഷനായിട്ട് വരിക എന്നുള്ളതാണ്. ഇതൊരു പ്രൊഡിക്ഷൻ മാത്രമാണ്. മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡിക്ഷൻ മാത്രമാണ്. ഇത് ശരിയാവാം, തെറ്റാം. ഓക്കെ, തെറ്റിക്കഴിഞ്ഞാൽ എന്നെ എയറിൽ കയറ്റാൻ ആരും വരരുത്. ഞാനിതെല്ലാം നോക്കിക്കൊണ്ട് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് നിങ്ങളോട് പറയുന്നത് ഏറ്റവും സാധ്യത പോയട്രി, അഥവാ ഒന്നുകിൽ പോയട്രി അല്ലെങ്കിൽ ബ്ലോയിങ് ദ വിൻഡ്. ഓക്കെ, 5 പഠിക്കുക, പ്രത്യേകിച്ച് ഈ 2 തീർച്ചയായിട്ടും പഠിക്കുക. ബാക്കിയെല്ലാം പഠിച്ച് ഇത് പഠിക്കാതെ പോകരുത്. ഇതെന്തായാലും പഠിച്ചോ. ഞാൻ ഏറ്റവും സാധ്യത കാണുന്നത് പോയട്രി അല്ലെങ്കിൽ ബ്ലോയിങ് ദ വിൻഡാണ്. ഓക്കെ, താങ്ക് യു.